സ്വാഗതം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ട്. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിൽ മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ അകത്ത് എന്ത് റോളാണ്? ഒരു റോളും ഇല്ല. സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല. ഇഡി അന്വേഷണത്തിൽ ഇടപെടാൻ സർക്കാരിന് റോളില്ല. റെയ്ഡ് മോഡിയെ കണ്ടതിന് പിന്നാലെ എന്ന ആരോപണത്തിൽ തമാശ. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ഇഡിയെ കൊണ്ട്. അപ്പൊ ഉടനെ മോഡി അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാന്നാ പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യും. ഇത് മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ? ഇഡിക്കെതിരെ നടന്നത് സമാധാനപരമായ പ്രതിഷേധമെന്ന് പിണറായി വിജയൻ. വീണയ്ക്ക് ഇഡി ഉടൻ സമൻസ് അയച്ചേക്കും. വി ഡി സതീശൻ മന്ത്രിസഭയുടെ നയം പ്രഖ്യാപിച്ച് ഗവർണർ. ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തും. എല്ലാ കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി. നയപ്രഖ്യാപനം നയരാഹിത്യമെന്ന് പ്രതിപക്ഷ നേതാവ്. ഖജനാവിനെ നീക്കിയിരിപ്പ് മറച്ചുവെച്ചെന്ന് കുറ്റപ്പെടുത്തി. 1429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് LDF സർക്കാർ ഇറങ്ങിയത്. ആ ഭാഗം മറച്ചുവെച്ച് ശരിയല്ലാത്ത നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നയപ്രഖ്യാപനത്തിൽ കാണാൻ കഴിയും. നയപ്രഖ്യാപന ചടങ്ങിനിടെ നിയമസഭയിൽ ഗുരുതരമായ ചട്ടലംഘനം. DGP സഭയുടെ നടുത്തളത്തിലെത്തി. നിയമസഭയിൽ വന്ദേമാതര ആലാപനത്തിൽ വീണ്ടും വിവാദം. അതൃപ്തി പരസ്യമാക്കി ഗവർണർ. വരികൾ ഒഴിവാക്കിയതിനെ പിന്തുണച്ച് പിണറായി. വന്ദേമാതരത്തെ അവഹേളിച്ചെന്ന് BJP. അൻസിബ ഹസന്റെ പരാതി പോലീസ് മേധാവിക്ക് കൈമാറി. അമ്മയിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്ന് PC വിഷ്ണുനാഥ്. പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ ഏകോപനമില്ലെന്ന് അമ്മ എക്സിക്യൂട്ടീവിൽ വിമർശനം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായ സംഭവം. പോലീസും ക്ഷേത്ര ഭരണസമിതിയും തമ്മിൽ ഭിന്നത. സ്വർണ്ണക്കട്ടികൾ അടക്കം നഷ്ടപ്പെട്ടതിൽ ഉറച്ചുനിന്ന് പോലീസ്. റിപ്പോർട്ട് തള്ളി ക്ഷേത്രം ഭരണസമിതി. ലോകകപ്പിനുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. ലയണൽ മെസ്സി തന്നെ നായകൻ. ഇതിഹാസ താരം ഒരുങ്ങുന്നത് 6ാം ലോകകപ്പിന്. എമി മാർട്ടിനസ് ഗോൾ കീപ്പർ. ബ്രസീലിന് തിരിച്ചടിയായി നെയ്മറിന്റെ പരിക്ക്. വിശദമായി കിടക്കുമ്പോൾ പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി പരിശോധനയെ വിമർശിക്കാൻ സംസ്ഥാന സർക്കാരിന് എന്ത് അവകാശമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതികരിച്ചു. കോടതിയുടെ അനുമതിയോടെയുള്ള അന്വേഷണത്തിനെതിരെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുക്കുന്നതെന്നും സതീശൻ ചോദിച്ചു. ഇഡിയെ തടഞ്ഞത് ക്രിമിനൽ കുറ്റമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ തലേദിവസമല്ലേ ഈ കേസിലെ ഒരു കക്ഷി കോടതിയിൽ പോയപ്പോ കോടതി ആ അന്വേഷണം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ട് കോടതി പോയപ്പോ ആ പെറ്റീഷൻ തള്ളി അന്വേഷണം തുടരണമെന്ന് ഏജൻസിയോട് ആവശ്യപ്പെട്ടത്? അപ്പൊ നിയമപരമായ വഴിയല്ലേ ഇത്? നിയമപരമായ വഴിയല്ലേ അന്വേഷണം ഉള്ളത്? അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഈ റെയ്ഡ് നടത്തിയതിനെയും ഈ അന്വേഷണം നടക്കുന്നതിനെയും വിമർശിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താ അധികാരമുള്ളത്? ഞങ്ങൾക്ക് അങ്ങനെ പറയാമോ? ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്ന കേസിൽ, കോടതി അനുവദിച്ച് അന്വേഷണം നടക്കുന്ന കേസിൽ ആ അന്വേഷണം നടത്താൻ പാടില്ല, അന്വേഷണം ഇങ്ങനെ വേണം, അന്വേഷിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാമോ? ഞങ്ങൾ അതിന്റെ കോമ്പറ്റന്റ് അതോറിറ്റി ആണോ? ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകൾ ഉള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്.
ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവിടെ ഇതിന്റെ അകത്ത് നടന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം കൂടിയല്ലേ. ഞങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിന്റെ അകത്ത് ഇടപെട്ടു ശക്തിയായ നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണ്. അത് ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ് അവിടെ നടന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും അവരുടെ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നിലപാടുണ്ട് അതിന്റെ അകത്ത്. ED മോഡി VD കൂട്ടുകെട്ടുന്ന മുദ്രാവാക്യം തമാശയെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് വാർത്താസമ്മേളനത്തിനിടെ പ്രതികരിച്ചത്. ഞാൻ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ തമാശയാണിത്. ആദ്യത്തെ തമാശ 14 പ്രാവശ്യം റിക്കവറി നടത്താൻ പോയിട്ട് ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ സർക്കാർ വന്നതിന്റെ പിറ്റേ ദിവസം റിക്കവറി എറണാകുളത്തെ ഭൂമിയിൽ നടത്തിയപ്പോൾ അതിന് സമരം ചെയ്യാൻ പോയ മന്ത്രിമാരുടേതായിരുന്നു ആദ്യത്തെ തമാശ. ഇത് കേട്ടസി കോളാണ്. എനിക്ക് മുൻപുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും അവരുടെ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ അവിടെ ആരാണ് പ്രധാനമന്ത്രിയെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരെ പോയി കാണുന്നത് കേട്ടസി കോളാണ്. ഞാനും അത് ചെയ്തു. 2 പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യും. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ? ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയൻ ഇതൊന്നും പറയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എന്റെ ഉള്ളിൽ. CMRൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ വീണയുടെ കേസ് അതല്ലെന്നാണ് മുഖ്യമന്ത്രി VD സതീശന്റെ പ്രതികരണം. ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകി. അത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നും VD സതീശൻ ചൂണ്ടിക്കാട്ടി. EDക്കെതിരായ അതിക്രമത്തിൽ അറസ്റ്റിലായ 11 പ്രതികളെ റിമാൻഡ് ചെയ്തു. വഞ്ചിയൂർ കോടതിയാണ് ഇവരെ റിമാൻഡ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ പ്രതികളെ പിന്നീട് ജയിലിലേക്ക് മാറ്റി. കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. 19 പേരെയാണ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ വിജയന് ED ഉടൻ തന്നെ സമൻസ് അയക്കും. വീണയ്ക്കെതിരെ കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് EDയുടെ നിലപാട്. വീണയുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച രേഖകൾ പരിശോധിക്കുകയാണ്. മറ്റ് അക്കൗണ്ടുകൾ മരവിപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ എന്നും പരിശോധിക്കും. ശശിധരൻ കർത്തയുടെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചു വരികയാണ്. പണമിടപാടുകൾ MDയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് CMRL ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് കുമാറിന്റെ മൊഴി. സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെന്നും രേഖകളിൽ ഒപ്പുവെച്ചത് CFO എന്ന നിലയിലാണെന്നും സുരേഷ് കുമാർ മൊഴി നൽകി. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്മിറ്റി സമീപിച്ചത്. ED അന്വേഷണം തടയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. കേസിൽ നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ EDയുടെ സമാന്തര അന്വേഷണം നിയമവിരുദ്ധമാണെന്നുമാണ് കമ്പനിയുടെ വാദം. ഇന്ദിരാ ഗ്യാരണ്ടിയും ആർത്തവ പ്രസവ അവധികളും ഉൾപ്പെടെയുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളൊന്നും നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മുൻ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, കിഫ്ബി മിഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും നയപ്രഖ്യാപനത്തിലില്ല. ധനസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞത് തെറ്റായ പരാമർശങ്ങളെന്നും നയരാഹിത്യമാണ് പ്രസംഗത്തിൻ്റെ മുഖമുദ്രയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. പോലീസ് ബാൻഡിന്റെ വന്ദേ മാതരത്തോടെയാണ് നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് സഭയിൽ തുടക്കമായത്.
പിന്നാലെ വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ സഭയിൽ ആരംഭിച്ചു. 1 മണിക്കൂർ നീണ്ട ആ പ്രസംഗത്തിൽ അദ്ദേഹം സർക്കാരിന്റെ വികസന സ്വപ്നങ്ങളെപ്പറ്റിയും അതോടൊപ്പം സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയെക്കുറിച്ചുമുള്ള സമഗ്രമായ വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചത്. കേരളത്തെ ആഗോള വ്യവസായ ഹബ്ബാക്കി മാറ്റുകയെന്ന സർക്കാർ നയം പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നിപ്പറയുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം കാർഷിക മേഖലയിലും ആരോഗ്യരംഗത്തുമൊക്കെ കേരളം ഏത് തരത്തിലാകും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയെന്ന് ഗവർണർ വ്യക്തമാക്കി. My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization and encourage secondary agriculture. കൃഷിയെ ഒരു ലാഭകരമായ തൊഴിലാക്കി മാറ്റുന്നതിനു വേണ്ടി ഏത് തരത്തിലുള്ള ഇടപെടലുകളാകും സർക്കാർ നടത്തുകയെന്ന് ഊന്നിപ്പറഞ്ഞ ഗവർണർ മത്സ്യബന്ധന മേഖലയുടെയും പട്ടികജാതി പട്ടികവർഗ മേഖലകളുടെയുമൊക്കെ സമൂലമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും ദീർഘമായി തന്നെ പ്രതിപാദിച്ചു. അതോടൊപ്പം വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ക്രിയാത്മകമായ പദ്ധതികളുടെ സംക്ഷിപ്തവും ഗവർണർ അവതരിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളി തീർത്തുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ വേരറക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്ന പദ്ധതിയെക്കുറിച്ച് വിശദമായ വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ലഹരി മാഫിയയുടെ വേരറക്കുന്നതിനൊപ്പം ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ടവരുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കൂടി കടക്കുക എന്നതാണ് സർക്കാർ നയമെന്നും ഗവർണർ വ്യക്തമാക്കി. Time has come for a decisive and transformational shift in the functioning of the Excise Department. Accordingly, the department will be reimagined and rebuilt as a modern, intelligence-driven, technology-enabled, people-centric institution committed not merely to regulation but to public welfare, youth protection and social responsibility and transparent governance. സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ കേരളം നടത്താൻ പോകുന്ന ക്രിയാത്മകമായ ഇടപെടലുകളെക്കുറിച്ച് പങ്കുവച്ച് തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി 3 ദിവസമായി പ്രഖ്യാപിക്കുകയും അതോടൊപ്പം ഈ ദിവസങ്ങളിൽ അവർക്ക് അക്കാഡമിക്കായ പിന്തുണ ഉറപ്പാക്കുന്നതിനും അതോടൊപ്പം സാനിറ്ററി നാപ്കിനുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ കൂടി കൃത്യമായി തന്നെ സർക്കാർ നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സമഗ്ര തല സ്പർശിയായിട്ടാണ് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചതെങ്കിലും വലിയ വിമർശനവുമായി ബിജെപിയും അതോടൊപ്പം തന്നെ മുഖ്യ പ്രതിപക്ഷമായ LDFും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വിമർശനവും നയപ്രഖ്യാപനത്തിൽ ഉൾക്കൊണ്ടിരുന്നില്ല. അതോടൊപ്പം മുൻ സർക്കാരിന്റെ വികസന തുടർച്ചയെക്കുറിച്ചും ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് നയപ്രഖ്യാപനമല്ല, നയരാഹിത്യമാണ് വ്യക്തമാക്കിയതെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് സ്വീകരിച്ചുകൊണ്ടിരുന്ന സമീപനം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ നോക്കിയാൽ പറയേണ്ടത് പറയാതിരുന്നിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട വരും. അതിനെക്കുറിച്ചെല്ലാം മൗനം പാലിച്ചതായാണ് കാണുന്നത്. സമാനമായ വിമർശനം തന്നെയാണ് ബിജെപിയും ഉന്നയിച്ചിരിക്കുന്നത്. വി മുരളീധരനാണ് ബിജെപിക്ക് വേണ്ടി ഇതിൽ വ്യക്തമായൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഈ പദ്ധതികൾ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ലാതാണ് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനുവേണ്ട പണം എവിടെ, അതോടൊപ്പം ഇതൊരു ദിവാസ്വപ്നം മാത്രമേ കാണാൻ കഴിയൂവെന്നും വി മുരളീധരൻ പറഞ്ഞുവെച്ചു. സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരാളും ഈ നയപ്രഖ്യാപനം ഇതുപോലുള്ളൊരു നയപ്രഖ്യാപനം നടത്തില്ല. പകരം അവർ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളുടെ പരിഹാര മാർഗങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നാണ്
പ്രസംഗം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് നയപ്രഖ്യാപനത്തിൽ ഇതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ ഊന്നിപ്പറയും എന്നുള്ളതാണ്. അതൊന്നുമില്ലാത്ത ഈ നയപ്രഖ്യാപനം ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. നയപ്രഖ്യാപന പ്രസംഗത്തോടെ 16ാം നിയമസഭയുടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വാദപ്രതിവാദങ്ങൾക്കപ്പുറത്തേക്ക് ബജറ്റിലേക്കും ഈ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ആക്ഷേപങ്ങളുമൊക്കെ തുടരുമെന്ന് തന്നെ ഉറപ്പാണ്. ഒരുപക്ഷെ ജൂൺ 3-ാം ആഴ്ചയായിരിക്കാം ബജറ്റ് അവതരണം. ആ ബജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ തുടർച്ച, ഇതടക്കമുള്ള കാര്യങ്ങൾ ബജറ്റിലും ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഇതിനുള്ള പണം എവിടെയെന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ തന്നെ വിമർശനത്തിന്റെ കോപ്പ് കൂട്ടുകയാണ് സർക്കാരിനെതിരെ. പിണറായി വിജയന്റെ നയമല്ല UDF സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നയപ്രഖ്യാപനം നയരാഹിത്യമെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമർശനത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ മറുപടി. വന്ദേമാതരത്തിൽ വീണ്ടും വിവാദം. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ലോക് ഭവന്റെ നിർദ്ദേശം സംസ്ഥാന സർക്കാർ തള്ളി. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് 2 തവണയും വായിച്ചത്. സംഭവത്തിൽ ഗവർണർ അതൃപ്തി പ്രകടമാക്കി. Niyam Sabha, see, what we had insisted that there has to be, whenever governor is present, it is the protocol, you are right, that whenever governor is present, it has to be sung fully. It was not, they did not sing it, it was played only. But they could have done it. Let us see, they will rectify it. I had spoken to the speaker also. Let us see what is. Will you seek any clarification on this? I have not decided anything. ഈ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയും ഇന്നുണ്ടായിട്ടുണ്ട്. കൃത്യമായ രാഷ്ട്രീയ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിനെ നയിക്കുന്ന മുന്നണി പ്രവർത്തിക്കുന്നത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അല്ല, ഇത് നമുക്കും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങളുള്ള ഒരു പാർട്ടിയാണ് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്, മുന്നണിയുമാണ്. അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, അത് ആ തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. ഇത് സംബന്ധിച്ചൊരു നിയമമൊന്നും പാർലമെന്റ് പാസ്സാക്കിയിട്ടില്ല. ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. എന്നാൽ വരികൾ ഒഴിവാക്കിയതിനെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പിന്തുണച്ചു. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികൾ ദേശീയ ഗീതമായ വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടായിട്ടും നിയമസഭയിൽ അത് പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ഇത് ലോക് ഭവനോടും ഗവർണറോടുമുള്ള അവഹേളനമാണെന്ന് BJPയും ആരോപിച്ചു. നിയമസഭയിൽ ഗുരുതരമായ ചട്ടലംഘനം ഇന്ന് നടന്നു. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സഭാതലത്തിൽ എത്തിയതാണ് വിവാദം. ഗവർണറെ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് DGPയും സഭാതലത്തിലേക്ക് എത്തിയത്. ഗവർണറെ നിയമസഭയിൽ സ്വീകരിച്ച പരിപാടിയിൽ DGP പങ്കെടുത്തത് തന്നെ ചട്ടലംഘനമാണ്. ഒരു ഇടവേളയാണ്, മടങ്ങി വരാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അമൂല്യ വസ്തുക്കൾ കാണാതായതിൽ പോലീസും ക്ഷേത്ര ഭരണസമിതിയും തമ്മിലുള്ള ഭിന്നത തുടരുകയാണ്. 78 ഗ്രാം സ്വർണ്ണക്കട്ടികളും ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വൈരനാമ അടക്കമുള്ളവയും നഷ്ടമായി എന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. എന്നാൽ അമൂല്യ വസ്തുക്കൾ ഒന്നും നഷ്ടമായിട്ടില്ലെന്നാണ് ക്ഷേത്രം ഭരണസമിതിയുടെ നിലപാട്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആഭ്യന്തര വകുപ്പ് സുപ്രീം കോടതിയെ അറിയിക്കും. അമ്മയിലെ തർക്കത്തെ തുടർന്ന് NCBയുടെ പരാതി പോലീസ് മേധാവിക്ക് കൈമാറി മുഖ്യമന്ത്രി. തുടർ നടപടികൾ സ്വീകരിക്കാനും ഉചിതമായ നടപടിയെടുക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമ്മ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നാണ് സിനിമാ മന്ത്രിയായ PC വിശ്വനാഥിന്റെ പ്രതികരണം. ബജറ്റിന് മുന്നോടിയായി സിനിമാ മേഖലയിലെ സംഘടനകളുമായി യോഗം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ അൻസിബ ഹസൻ നൽകിയ പരാതി കേൾക്കാൻ പ്രത്യേക സമിതി
രൂപീകരിക്കില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരിഹരിച്ചാൽ മതിയെന്നാണ് തീരുമാനം. അതേസമയം തൊഴിൽ പീഡന ആരോപണത്തിൽ വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ഓഫീസ് സ്റ്റാഫായ അതുല്യ. നീനാക്കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖകളും അടക്കമാണ് ഈ പരാതി നൽകിയത്. ഹാപ്പി ലാൻഡ് അപകടത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി PC വിശ്വനാഥ്. അമ്യൂസ്മെന്റ് പാർക്ക് അധികൃതർക്കെതിരെ തദ്ദേശ വകുപ്പ് കൃത്യമായ പരിശോധനയും കർശന നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വെമ്പായത്തെ ഹാപ്പി ലാൻഡ് നമ്മൾ ലോക്കൽ ബോഡിയാണ് ഇതിന് പ്രവർത്തനാനുമതി കൊടുത്തത്. ആ വകുപ്പ് വഴിയും ജില്ലാ ഭരണകൂടം വഴിയും ആ ലോക്കൽ ബോഡിയോട് ഇതിന് നൽകിയിരിക്കുന്ന പ്രവർത്തനാനുമതി അത് താൽക്കാലികമായി റദ്ദ് ചെയ്ത് മതിയായ സുരക്ഷാ പരിശോധനകൾ നടത്തി അവർക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം തുടർന്ന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കണം. സുരക്ഷാ പരിശോധന ഇത്തരം സ്ഥലങ്ങളിൽ അത് ഗവൺമെൻറ്റിന് നമുക്ക് 17ലെയും 19ലെയൊക്കെ പോളിസീസ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. ഗവൺമെൻറ് പാസ്സാക്കിയ നയമുണ്ട്, ആക്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധന നടത്തും. ഈ അനുവാദം ഇത്തരം സ്ഥാപനങ്ങളിൽ നൽകിയിരിക്കുന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ലോക്കൽ ബോഡികളാണ്. പക്ഷെ ഒരു സുരക്ഷാ പരിശോധന നടത്തുന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിപ്പിക്കുന്നതാണ് ഈ സംഭവം. അതുണ്ടാവും. കാസർഗോഡ് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ നവവധു ചികിത്സയിലിരിക്കെ മരിച്ചു. വട്ടംതട്ട സ്വദേശിനി അശ്വതിയാണ് മരിച്ചത്. കാസർഗോഡെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സാണ് അശ്വതി. ചീറ്റക്കാവ് സ്വദേശി രൂപേഷുമായി 1 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ ബേത്തൂർപ്പാറ വട്ടംതട്ട സ്വദേശി അശ്വതിയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. 3 ആഴ്ച മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. പറക്കളായി ചീറ്റക്കാവ് സ്വദേശി രൂപേഷിന്റെ ഭാര്യയാണ്. 18-ാം തീയതിയാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ വിഷം കഴിച്ചത്. അതായത് കാസർകോട്ടെ താമസ സ്ഥലത്തു നിന്നാണ് വിഷം കഴിച്ചത്. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും നില ഗുരുതരമായതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. ഏതായാലും ഈ സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലേക്ക് രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിൽ ഈ അശ്വതി ജീവനെടുക്കാൻ ഇടയായ സാഹചര്യം, അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ഭർത്താവിന്റെ ഭാഗത്തുനിന്നോ അതല്ല മറ്റ് ഭർത്തൃ വീട്ടിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പീഡനമോ മറ്റ് അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന സംബന്ധിച്ചാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം രഹസ്യമൊഴിയിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ആഴ്ച മുൻപ് വിവാഹിതയായ ഒരു നവവധുവാണ് ഇത്തരത്തിൽ വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഒരാഴ്ചക്കിടെ 3 പേർ ഭർത്തൃമതികളാണ് ഇങ്ങനെ ജീവനൊടുക്കുന്നത്. അത് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭർത്തൃമതി 27 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. ഇങ്ങനെ 3 പേരുടെ ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നു. അശ്വതിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ജീവനൊടുക്കാൻ ഇടയായ സാഹചര്യം എന്ന സംബന്ധിച്ചാണ് പോലീസ് പ്രധാനമായി അന്വേഷിക്കുന്നത്. 18-ാം തീയതിയാണ് അശ്വതി ഇങ്ങനെ ഇത്തരത്തിൽ വിഷം കഴിച്ച് അവശനിലയിലായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ആശുപത്രിയിൽ നിന്നും ഇന്നലെ രാത്രിയോടുകൂടിയാണ് അശ്വതിയുടെ മരണം സംഭവിക്കുന്നത്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കോഴിക്കോട് സ്വദേശി സുജിത്താണ് മരിച്ചത്. തിരുവനന്തപുരം പേയാട് കാവടിക്കടവിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. കുളിക്കാനിറങ്ങിയ 4 പേരിൽ 2 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇതിൽ ഒരാൾ നീന്തിക്കയറിയെങ്കിലും സുജിത്തിനെ കാണാതാവുകയാണ്. സ്കൂബ ടീം നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.